കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നെന്തായിരുന്നു? എല്ലിംഗ്ഹാം ഡയഗ്രാം അല്ലേ? Elingham diagram is the plot of a delta G versus a temperature, delta G versus temperature for the formation of a metal oxide utilizing 1 mole of oxygen. നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അല്ലേ? ഇപ്പോൾ delta G versus temperature. You see delta G may be either positive or negative. So this is the zero line and these are negative values. And these are positive values, and for most of the metal oxides the shape of the line will be like this, with a straight line with a positive slope. That is, we say delta G becomes more and more positive or less and less negative when we increase the temperature, that we have obtained from the relation delta G is equal to delta H minus T delta S. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പല മെറ്റൽസിൻ്റെയും ഓൾമോസ്റ്റ് സമാന്തരമായിട്ട് ഇങ്ങനെ പല ലൈനുകളായിട്ട് പോകുന്ന കാണാം. പാരലൽ ആവണമെന്നില്ല, പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ലേ? എല്ലാം മിക്കവാറും സീറോയുടെ താഴെയായിരിക്കും. ചില സീറോയുടെ അടുത്തായിരിക്കും, ചില സീറോയുടെ കുറേ താഴെ ഇങ്ങനെ വേണം. അതിൽ ആദ്യം ശരിക്കും പറഞ്ഞാൽ കാൽസ്യം വരും, മഗ്നീഷ്യം വരും, അലൂമിനിയം, ടൈറ്റാനിയം, ക്രോമിയം, iron, copper, you can see mercury, silver, etc. എല്ലാ മെറ്റലിനും ഓരോ ലൈൻ ഉണ്ടാവും. നമുക്കറിയാം ഓരോ മെറ്റൽ നമുക്ക് ഓരോ ലൈൻ ഉണ്ടാക്കിയെടുക്കും. ഓരോ പോയിന്റ് ഓരോ ഗ്രാഫില് ഓരോ ലൈൻ ഉണ്ടാവും. If you calculate the delta G at various temperatures for the production of a the metal oxide utilizing 1 mole of oxygen. And we can see that for some of the calcium, magnesium, etc., this line will be having a break or there will be a sharp change in the slope of the line. The temperature കഴിഞ്ഞാൽ slope പെട്ടെന്ന് മാറുന്ന കാണാം. അത് എന്താണ്? That represent the boiling point of the metal. When the metal boils, you can see there will be a increase in the entropy. അതുകൊണ്ട് വരുന്ന വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ട്. പിന്നെ അതിൽ രണ്ട് പോയിന്റ്സ് ഉള്ളത്. ഒന്ന് കാർബണിന്റെ കേസ്, നമ്മളത് പറയാം. കാർബൺ ഈസ് എ റെഡ്യൂസിങ് ഏജന്റ്. നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് കാർബൺ ആണ്. ഈ കാർബണിന്റെ ഈ ഡെൽറ്റ ജിന്റെ നേച്ചർ എന്തായാലും നമുക്ക് നോക്കാം. സീ ദാറ്റ് കാർബൺ react with oxygen forming carbon dioxide or carbon react with oxygen forming carbon monoxide. Carbon oxide carbon monoxide ഉണ്ടാവാം, carbon dioxide ഉണ്ടാവാം. And we can see that the temperatures below 710 degrees Celsius, carbon dioxide is more stable, and above 710 degrees Celsius, carbon monoxide is more stable. ശ്രദ്ധിക്കുക, നമ്മൾ മെറ്റൽ ഓക്സൈഡിന്റെ കേസ് എടുത്ത പോലെ ഇത് കണക്കെടുത്ത ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ we can see that this is a solid, this is a gas, and this is a gas, isn't it? And we can see on the reactant side there is 1 mole of oxygen, and on the product side there is 1 mole of carbon dioxide. നേരത്തെ മെറ്റലിന്റെ ഓക്സൈഡ് ഫോർമേഷനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് റിയാക്ടന്റ് സൈഡില് എന്തുണ്ട്? gaseous components ഉണ്ട്, gaseous molecules ഉണ്ട്. product side complete solid ആണ്. so there will be a decrease in entropy, that is delta S is negative നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ എസിന് കാര്യ മാറ്റമൊന്നുമല്ല. കാരണം എന്താണ്? റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും രണ്ട് സൈഡിലും എന്താണ്? ഗേഷ്യസ് മോളിക്യൂൾസിന്റെ എണ്ണം തുല്യമാണ്. എൻട്രോപ്പിയിൽ കാര്യമായ വ്യത്യാസം വരുന്നില്ല. മനസ്സിലാണ്ടോ? അപ്പൊ ഡെൽറ്റ ജി is equal to delta H minus T delta S എന്നുള്ള കാര്യം ഈ ഡെൽറ്റ എസിൽ കാര്യം മാറ്റം വരാത്തതുകൊണ്ട് തന്നെ ഡെൽറ്റ ജി ഡെൽറ്റ എച്ച് കർവ് will be, so you can see that delta G will be yes T അനുസരിച്ച് മാറും. T കൂടുന്നതനുസരിച്ച് പ്രത്യേക റേറ്റ് കൂടി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതെങ്ങനെ പോകും. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വരക്കാൻ സ്ഥലമില്ല. അടുത്ത് ഈ ബുക്കിൽ നിങ്ങൾ ചിത്രമൊക്കെ വാങ്ങിയാൽ കാണാം. ഈ ചിത്രം അത്ര കൃത്യമൊന്നുമല്ല. You can see that yes it will be something like this. ഇത് സീറോ എല്ലാം വളരെ മേലെയായിരിക്കും കേട്ടത്. ഏകദേശം ഇവിടെ വെച്ചിട്ട് കാർബണിന്റെ ഒരു ലൈൻ ഉണ്ടാവും. കാർബൺ ലൈൻ ഇങ്ങനെ പോവാം. That goes parallel to x-axis. Why? Because of this. Delta G, delta H does not change.
sorry, delta G does not change much with a, because delta S is 0. പറയുന്നത് മനസ്സിലാണ്ടോ? delta S എന്ന് പറയുന്നത് ഏകദേശം 0 ആണ്. കാരണം എന്താണ്? there will be no change in entropy. that means delta G is equal to delta H എന്നാ വരിക. അത് ഓൾമോസ്റ്റ് XS ന് പാരലൽ ആയിട്ട് പോകും. ഇതിനെ കാർബൺ ഡയോക്സൈഡ് ഫോർമേഷൻ. ഇനി കാർബൺ മോണോക്സൈഡ് ഫോർമേഷൻ ആണെങ്കിലോ ഇവിടെ കുറച്ചുകൂടി ഇതാണ്. ഇവിടെ റിയാക്ടന്റ് സൈഡിൽ ഒരു ഗേഷ്യസ് മോളിക്യൂൾ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 2S C+2O2 giving 2CO എന്നുള്ളതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. We can see that as there will be an increase in entropy when we go from the reactant to the product. Product formation entropy കൂടുകയാണ് because the number of gaseous molecules increase. But number of gaseous molecules remains the same. Metal case decrease. അവിടെ entropy വരുന്ന മാറ്റം പറഞ്ഞാൽ മനസ്സിലാണ്ടോ? മെറ്റൽ ഓക്സൈഡ് റിയാക്ഷനിൽ മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗിവിംഗ് മെറ്റൽ ഓക്സൈഡ്. മെറ്റൽ ഓക്സൈഡ് സോളിഡ് ആണ്, ഓക്സിജൻ മാത്രമേ ഗേഷ്യസ് ഉള്ളൂ. അത് റിയാക്ടന്റ് ആണ്. പ്രോഡക്റ്റ് എത്തും എൻട്രോപ്പി കുറയുകയാണ്. ഇവിടെ ഈ കേസിൽ കാർബൺ ഡയോക്സൈഡ് കേസിൽ എൻട്രോപ്പിയിൽ കാര്യമായ മാറ്റം വരുന്നില്ല. മനസ്സിലായില്ലേ? 0 ഡെൽറ്റ എസ് 0 ആണ്. അതുകൊണ്ട് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച്. കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ ആണെങ്കിലോ കാർബൺ മോണോക്സൈഡ് റിയാക്ഷൻ ആണെങ്കിലും we can see that there is a increase in entropy when go from the reactant to the product. ഇത് പറയുന്നത് മനസ്സിലാണോ? because number of gaseous molecule, ഈ gaseous molecules എണ്ണം റിയാക്ടന്റിനേക്കാൾ പ്രോഡക്റ്റിന് കൂടുകയാണെങ്കിൽ എൻട്രോപ്പി കയോസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ അത് കൂടുക ചെയ്യുന്നത്. ഈ കേസിൽ വ്യത്യാസമില്ല. മെറ്റൽ ഓക്സൈഡിന്റെ കേസിൽ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ജി ഈക്വൽ ഡെൽറ്റ എച്ച് മൈനസ് 3 ഡെൽറ്റ എസ് എന്നുള്ളത് ഡെൽറ്റ ജി കൂടുന്നതിനനുസരിച്ച് ഡെൽറ്റ എച്ച് മൈനസ് 3 ഡെൽറ്റ എസ് എന്നുള്ളത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. We can see that the line goes down and this change occurs at 710 degree. അപ്പോൾ 710 ഡിഗ്രി വരെ ഇതിന് ഈ ലൈൻ ഇങ്ങനെ പാരലൽ ആയിട്ട് 710ന് ശേഷം അത് നേരെ താഴോട്ട് പോവുകയും ചെയ്യും. പറയുന്നത് മനസ്സിലാണ്ടോ? ഇതാണ് കാർബണിന്റെ ലൈൻ. ഇതിന്റെ സീറോന്റെ സ്ഥാനം അധികം മൈൻഡ് ചെയ്യണ്ട. ഇതിലൊരു സീറോന്റെ സ്ഥാനമുണ്ട്. എന്നാൽ സീറോന്റെ സ്ഥാനം ശ്രദ്ധിക്കുക. സീറോന്റെ സ്ഥാനം ഇതാ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഒന്നാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മെറ്റൽ ഓക്സൈഡും ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് എബോവ് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഡീകമ്പോസ് ഇൻടു മെറ്റൽ ആൻഡ് ഓക്സിജൻ. ബിക്കോസ് ഓൾ ദീസ് ലൈൻസ് ആർ സ്ലോപ്പിംഗ് അപ്വേർഡ്സ്. ഇതിന്റെ എല്ലാം പോസിറ്റീവ് സ്ലോപ്പ് ആണ്. സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്തെത്തുമ്പോൾ അത് 0 ലൈനിന് എന്ത് ചെയ്യും? ഓവർടേക്ക് അതിന്റെ മേലേക്ക് പോകും. അതിന്റെ മേലേക്ക് പോയാല് ഡെൽറ്റ ജി ബിക്കംസ് പോസിറ്റീവ്. ദാറ്റ് മീൻസ് ദ മെറ്റൽ ഓക്സൈഡ് ഈസ് less stable than metal and oxygen. That means metal oxide will decompose to metal and oxygen above this temperature. അത് ചിലപ്പോൾ സിൽവറിന്റെ കേസിലും മെർക്കുറിന്റെ കേസിലും ഒക്കെ അത് വളരെ കമ്പാരിറ്റീവ്ലി ലോവർ ടെമ്പറേച്ചർ 10-500 ഡിഗ്രിയിലൊക്കെ എത്തുമ്പോൾ ഡീകമ്പോസ് ചെയ്തു പോകും. അതേ സമയത്ത് കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം വളരെ കൂടിയ ടെമ്പറേച്ചറിൽ മാത്രമേ കാൽഷ്യം ഓക്സൈഡ് കാൽഷ്യവും ഓക്സൈഡുമായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നുള്ളൂ. Theoretically speaking, we can see that from this graph we can see yes, എന്താണ് all the metal oxides at a temperature that may be lower or higher, that വളരെ higher ആയിരിക്കും, will decompose into metal and oxygen, and that is very easy for unreactive metals like mercury, പിന്നെ പറഞ്ഞ സിൽവർ, ഗോൾഡ്. ഇതൊക്കെ അതിന്റെ ഓക്സൈഡ് സാധനങ്ങൾ നന്നായി ചൂടാക്കിയാൽ തന്നെ എന്താവും? മെറ്റലും ഓക്സൈഡായി മാറും. അത് മനസ്സിലാക്കി എലിഹാം ഡയഗ്രത്തിൽ മനസ്സിലാവും. കാരണം അതിന്റെ ചിത്രങ്ങള് അതിന്റെ ഈ പറഞ്ഞ ഈ 0 ലൈനിന് ക്രോസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ലോവർ ടെമ്പറേച്ചറിലായിരിക്കും. പറയുന്നത് മനസ്സിലുണ്ടോ? ഇതൊക്കെ നമ്മള് ഈ പറഞ്ഞ ഈ ലൈനൊക്കെ ഇതൊക്കെ മെത്തനങ്ങൾ കളിച്ചാൽ ഇവിടെ എത്തുമ്പോഴാണ് അലുമിനിയത്തിന്റെ ലൈന് ക്രോസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ എത്രയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. വെരി ഹൈ ടെമ്പറേച്ചറിലാണ്. ചിലതിന് അതിനേക്കാളും കൂടുതലായിരിക്കും. മനസ്സിൽ ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പോയിട്ട് വളരെ മേലെ നിന്നാണ്, വളരെ ഹൈ ടെമ്പറേച്ചറിനാണ്. ആ ടെമ്പറേച്ചറിന് എബോവ് പറയുന്നത് മനസ്സിലുണ്ടോ? ഈ ടെമ്പറേച്ചർ താഴെ വരെ മെറ്റൽ ഓക്സൈഡ് ഈസ് സ്റ്റേബിൾ. above that metal oxide is unstable with respect to decomposition and forms metal and oxygen. അത് ഇതിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഏതൊക്കെ മെറ്റൽ ഓക്സൈഡ് നമുക്ക് സഹിക്കാം അല്ലെങ്കിൽ സാധ്യമാവുന്ന ഒരു ടെമ്പറേച്ചർ വരെ ചൂടാക്കിയാൽ 3000-4000 കൂടെ ചൂടാക്കാൻ പറ്റും. പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? സാധ്യമാവുന്ന ടെമ്പറേച്ചർ ചൂടാക്കിയാൽ ഏതൊക്കെ മെറ്റൽ ഓക്സൈഡുകൾ ഡീകമ്പോസ് ചെയ്യും എന്നതിൽ ചിത്രം ഒന്ന് മനസ്സിലാവും. അത് മിക്കവാറും ഈ ലൈൻ നോക്കിയാൽ മതി. ഏറ്റവും ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ലൈനുകൾ അത് മെർക്കുറിക്കുണ്ട്, സിൽവറിനുണ്ട്, ഗോൾഡിനുണ്ട്. അതുപോലെയുള്ള അൺറിയാക്റ്റീവ് മെറ്റൽസിന്റെ ഒക്കെ ഓക്സൈഡ്സ് തെർമലി അത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കില്ല. എന്ന് പറഞ്ഞാല് ഏറ്റവും
higher temperature that will decompose into metal and oxygen. Or we can get the metal from simply heating the metal oxide. We can get silver by heating silver oxide. We can get mercury by heating mercury oxide. We can get aluminum by heating aluminum oxide, but that is to a very very high temperature. Theoretically possible ആണെങ്കിലും practically difficult ആണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് താഴെ ഏതൊക്കെ ഒരു അലുമിനിയത്തിന് താഴെ ആരൊക്കെയുണ്ട്? മെഗ്നീഷ്യവും കാൽസ്യവും ഉണ്ട്. That clearly shows that aluminum oxide can be reduced with magnesium or calcium. മനസ്സിലാട്ടോ? ഏത് മെറ്റൽ ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ മെറ്റലിന്റെ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യാൻ അതിന്റെ താഴെ വരുന്ന എല്ലാ മെറ്റൽസിനും സാധ്യമാണ്. മനസ്സിലായോ? എനി മെറ്റൽ, സപ്പോസ് യു ടേക്ക് ദി കേസ് ഓഫ് അയൺ. അയണിന്റെ താഴെ ക്രോമിയം ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്, അലൂമിനിയം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഈ പറഞ്ഞ ഏത് മെറ്റൽ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ അയൺ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മനസ്സിലായില്ലേ? An element which comes below a particular metal in the Alniform series can reduce that metal oxide. എന്ന് പറഞ്ഞാൽ സിൽവർ ഓക്സൈഡ് ഒക്കെ മേലെ ഉള്ളത്, സിൽവർ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ ഏത് മെറ്റൽ ഉപയോഗിക്കാം. അത് അയോൺ ആയാലും ശരി, മെർക്കുറി ആയാലും ശരി, അല്ലെങ്കിൽ എന്താണ് ക്രോമിയം ആയാലും ശരി, അലൂമിനിയം ആയാലും ശരി, കോപ്പർ ആയാലും ശരി, അലൂമിനിയം, മെഗ്നീഷ്യം, കാൽസ്യം, എനിത്തിങ് can be used for reducing as a mercuric oxide or silver oxide or gold. മേലെയുള്ളതിനെ റെഡ്യൂസ് ചെയ്യാൻ താഴെയുള്ള എലമെന്റിന് പറ്റും. അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അത് വെച്ച് നമുക്ക് നമ്മൾ ഉദ്ദേശം മെറ്റൽ ഓക്സൈഡിനെ മെറ്റലാക്കി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെറ്റലർജിയിൽ. ആ മെറ്റൽ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യാൻ ആരൊക്കെ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കി പറയാൻ പറ്റും. അതിനാണ് ഈ കാർബണിന്റെ പ്രത്യേകത. കാർബൺ ഇവിടെയൊക്കെ കാണുന്നത് വളരെ മേലെയാണ് കാർബണിന്റെ സ്ഥാനം. പക്ഷെ കുറച്ച് താഴെ കാർബൺ താഴെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇങ്ങോട്ട് എത്തുമ്പോഴേ at a higher and higher temperature almost all metal oxides can be reduced to metal using carbon, because a carbon will ultimately fall below all the അങ്ങോട്ട് നമ്മൾ കാർബണിന്റെ സ്ഥാനം ഏറ്റവും താഴെ വരും. ഏത് പോയിന്റിലാണ് ശരി. ഒരു കാര്യം ശ്രദ്ധിക്കുക, എലിഹാം ഡയഗ്രത്തില് ഫോർ എക്സാമ്പിൾ ഒരു മെറ്റലിന്റെ ചിത്രം ഇങ്ങനെയും മറ്റതിന്റെ ഇങ്ങനെയും ആണ്. ഇത് മെറ്റൽ 1, ഇത് മെറ്റൽ 2 ആണ്. ഇത് രണ്ടും ക്രോസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ആണ്. ഈ പോയിന്റിന് ഇപ്പുറത്ത്, അതായത് ഈ പോയിന്റിന്റെ ബിലോ, ഈ ടെമ്പറേച്ചറിന്റെ ബിലോ, ഇത് താഴെയും ഇത് മേലെയാണ്. എന്ന് പറഞ്ഞ അർത്ഥം ഈ M2 ഉപയോഗിച്ച് M1ന്റെ ഓക്സൈഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. മനസ്സിലുണ്ടോ? വി ക്യാൻ റെഡ്യൂസ് M1 ഓക്സൈഡ് യൂസിങ് M2. M2 ആണ് ഒരു മെറ്റൽ, M2 വേറെ മെറ്റൽ എന്നൊക്കെ കാര്യം മനസ്സിലാക്കാൻ പറയുന്നത്. അതേ സ്ഥലത്ത് ഈ ടെമ്പറേച്ചറിന് മേലെ പോയാലോ M1 താഴെയാണ്, M2 മേലെയാണ്. ആ ടെമ്പറേച്ചറിന് മേലെ വി ക്യാൻ യൂസ് M1 for reducing M2 oxide. M1 ഉപയോഗിച്ച് M2 ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാം. ഇപ്പറങ്ങനോ M2 ഉപയോഗിച്ചിട്ട് M1 ഓക്സൈഡിനെയും റെഡ്യൂസ് ചെയ്യാം. ആരാണോ ഈ പറഞ്ഞ ഏതൊക്കെ ഒരു പോയിന്റില് താഴെയുള്ളത്, ഇതിപ്പോ താഴെയുള്ളത് ഇതാണ്, മേലെയുള്ള ഇതാണ്. താഴെയുള്ളവരാണ് M2 ആണ്, മേലെയുള്ള M1 ആണ്. അപ്പൊ ഈ ടെമ്പറേച്ചർ നമുക്ക് M1 ഓക്സൈഡിനെ M2 എന്നുള്ള മെറ്റലോട്ട് റെഡ്യൂസ് ചെയ്യാം. ഇവിടെയാണല്ലോ ഇവിടെ M2 മേലെയാണ്, M1 താഴെയാണ്. അവിടെ M2 ഓക്സൈഡ് നമുക്ക് M1 മെറ്റൽ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എലിഹാം ഡയഗ്രം നോക്കിക്കഴിഞ്ഞാല് can see which all metals or which all elements can be used to reduce which all metal oxides at what temperature, at which temperature. ഒരു ടെമ്പറേച്ചറിൽ ഇതിന്റെ ഓക്സൈഡിനെ നമുക്ക് ഈ മെറ്റൽ വെച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? വേറെ ടെമ്പറേച്ചറിൽ പറ്റുമോ? ഏത് ടെമ്പറേച്ചറിലാണ് പറ്റുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കാർബണിന്റെ സ്ഥാനം നോക്കി, കാർബൺ ഏറ്റവും താഴെ പോസാണ്, എല്ലാവരെക്കാളും താഴെ വരും. എന്ന് പറഞ്ഞാലോ കാർബൺ ഈസ് ബെസ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ് ഫോർ റെഡ്യൂസിംഗ് ഓൾമോസ്റ്റ് ഓൾ മെറ്റൽ ഓക്സൈഡ്സ് പ്രൊവൈഡഡ് സഫീഷ്യന്റ്ലി ഹൈ. നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്, ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ചില മെറ്റൽ ഇപ്പം മെഗ്നീഷ്യം ഓക്സൈഡ് ഒക്കെ കാർബൺ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഹീറ്റ് ടു എ വെരി ഹൈ ടെമ്പറേച്ചർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ട് ആ ഹൈ ടെമ്പറേച്ചറിൽ ചിലപ്പോൾ ഈ മെറ്റലും കാർബണും കൂടി ചേർന്ന് മെറ്റൽ കാർബൈഡ് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ഹീറ്റ് ടു എ വെരി ഹൈ ടെമ്പറേച്ചർ യൂസിങ് കാർബൺ. പറഞ്ഞ മനസ്സിലായി? കാർബൺ ഉപയോഗിച്ച് എല്ലാ മെറ്റൽ ഓക്സൈഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം തിയററ്റിക്കലി. പക്ഷെ ചില മെറ്റൽ ഓക്സൈഡിന്റെ കേസിലെങ്കിലും അത് വെരി ഹൈ ടെമ്പറേച്ചറിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെറ്റലും കാർബണും കൂടി ചേർന്ന് മെറ്റൽ കാർബൈഡ് ഫോം ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ഹീറ്റ് to reduce a very active metal oxide. കാൽസ്യത്തിന്റെ മാഗ്നീഷ്യത്തിന്റെ ഓക്സൈഡ് നമ്മൾ ഒരിക്കൽ കാർബൺ വെച്ച് റെഡ്യൂസ് ചെയ്യുന്നില്ല. ചെയ്യണമെങ്കിൽ ഒന്നാമത് വെരി ഹൈ ടെമ്പറേച്ചർ വേണം, അതിന് ബുദ്ധിമുട്ടാണ്, ഒരുപാട് ഫ്യൂലൊക്കെ വേണ്ടി വരും. രണ്ടാമത് അങ്ങനെ റെഡ്യൂസ് ചെയ്താൽ തന്നെ കിട്ടുന്ന മെറ്റല്
കാർബണായി റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ കാർബൈഡ് ഫോം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. പറഞ്ഞ് ക്ലിയർ ആയ? ഓക്കെ. നമ്മൾ നേരത്തെ അലൂമിനിയം ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് മെറ്റൽ ഓക്സൈഡ്സ് റെഡ്യൂസ് ചെയ്യാം. ക്രോമിയത്തിന്റെയോ അയോണിന്റെയോ അല്ലെങ്കിൽ എന്താണ് കോപ്പറിന്റെ ഓക്സൈഡ് റെഡ്യൂസ് വിത്ത് അലൂമിനിയം. ബട്ട് അലൂമിനിയം cannot be used for reducing magnesium oxide or calcium. Why? Because magnesium and calcium is below aluminum. അലുമിനിയത്തിനേക്കാൾ താഴെയാണ്. അതിന്റെ പോയിന്റ് എന്താണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. കാരണം എന്താണ് ഈ താഴെ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി വളരെ കൂടുതലാണ്, ഹൈലി നെഗറ്റീവ് ആണ്. നമുക്ക് സീറോ ഇവിടെയും ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് കൂടി വരികയാണ്. അപ്പോൾ കാൽസ്യത്തിന്റെ കേസൊക്കെ കാൽസ്യം റിയാക്ട് ചെയ്ത് ഓക്സിജൻ ഫോമിംഗ് കാൽസ്യം ഓക്സൈഡ് എന്നുള്ള റിയാക്ഷന്റെ ഡെൽറ്റ ജി വളരെ കൂടുതൽ നെഗറ്റീവ് ആണ്. എന്ന് പറഞ്ഞാല് ആ റിയാക്ഷനില് കാൽസ്യം ഓക്സൈഡ് ആകുന്ന റിയാക്ഷനിൽ റിലീസ് ചെയ്യുന്ന എനർജി വളരെ കൂടുതലാണ്. കാൽസ്യം ഓക്സൈഡ് വളരെ സ്റ്റേബിൾ ആണ്. അതിനേക്കാളും സ്റ്റെബിലിറ്റി കുറവാണ് അലുമിനിയം ഓക്സൈഡിന്. അതുകൊണ്ട് തന്നെ അലുമിനിയം ഉപയോഗിച്ച് നമുക്ക് കാൽസ്യം ഓക്സൈഡിനെ വളരെ സ്റ്റേബിളായ കാൽസ്യം ഓക്സൈഡിനെ അത്രത്തോളം സ്റ്റേബിൾ അല്ലാത്ത അലുമിനിയം ഓക്സൈഡ് ആക്കി മാറ്റാം ആർക്ക് പറ്റൂല, അയാൾക്ക് പറ്റൂല. എന്ന് തിരികെ പറഞ്ഞാല് അലുമിനിയം cannot be used as a reducing agent for calcium oxide or magnesium oxide, but it can be used as reducing agent for say titanium or chromium oxide because it is above. And you can use calcium for reducing all the elements. ഈ കാണിച്ചിരിക്കുന്ന എല്ലാ എലിമെന്റ്സിന്റെയും ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ കാൽസ്യം മതി. കാരണം എന്താണ്? കാൽസ്യം ഏറ്റവും താഴെയാണ്. കാൽസ്യം ഓക്സൈഡ് ആണ് ഈ കൂടുതൽ എല്ലാവരെക്കാളും സ്റ്റേബിൾ ആയ ഓക്സൈഡ്. അലുമിനിയം മാഗ്നീഷ്യം ഓക്സൈഡിനെക്കാളും അലുമിനിയം ഓക്സൈഡിനെക്കാളും ടൈറ്റാനിയം ഓക്സൈഡിനെക്കാളും ക്രോമിയം ഓക്സൈഡിനെക്കാളും സിൽവർ ഓക്സൈഡിനെക്കാളും ഒക്കെ സ്റ്റേബിൾ ആണ് കാൽസ്യം ഓക്സൈഡ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മേലെയുള്ള എല്ലാത്തിന്റെയും ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ കാൽസ്യം മതിയാകും. കാർബണും മതിയാവും. പക്ഷെ കാർബൺ എന്ന കേസ് എന്താണ്? കാർബൺ ഹൈ ടെമ്പറേച്ചർ കൂടി വന്നാൽ മാത്രമേ എല്ലാത്തിന്റെയും താഴെ എത്തുകയുള്ളൂ. ആ കൂടുതലുകൊണ്ട് ഞാൻ രണ്ട് പ്രശ്നം പറഞ്ഞു. കൂട്ടാൻ വലിയ ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ നല്ല ഡിഫിക്കൽട്ട് ആണ്. കാരണം യു ഹാവ് ടു യൂസ് എ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ദി ഫ്യൂവൽ ടു റൈസ് ദി ടെമ്പറേച്ചർ. രണ്ടാമത് അങ്ങനെ റെഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന മെറ്റല് വിൽ ബി ഫോമിങ് എ കാർബൈഡ്. ഈ രണ്ട് പ്രശ്നം കൊണ്ട് നമ്മൾ അത്ര കാർബൺ ഉപയോഗിക്കില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? ഇത് സാധ്യമാകാനുള്ള കാരണം മിക്കവാറും എല്ലാ മെറ്റൽ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യാൻ കാർബണിന് സാധിക്കുന്നതിന്റെ കാരണം തന്നെ അതിന്റെ ഈ ലൈനിന്റെ പോക്കാണ്. എല്ലാത്തിന്റെയും താഴേക്ക് അവസാനം അത് വളരെ താഴെ എത്തും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓക്സൈഡ് ആക്കി റെഡ്യൂസ് ചെയ്യുന്നത്. കാർബൺ സൾഫൈഡ് ഇതിപ്പം അയണിന്റെയോ അല്ലെങ്കിൽ ക്രോമിയത്തിന്റെയോ സൾഫൈഡ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കാർബൺ പ്ലസ് സൾഫർ. ഇനി കാർബൺ മോണോക്സൈഡ് പോലെ കാർബൺ മോണോസൾഫൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ശ്രദ്ധിക്കുക, അതൊരു പോയിന്റ് ആണ്. ദർ ഇസ് നോ സച്ച് കോമ്പൗണ്ട് ലൈക്ക് CS, ജസ്റ്റ് ലൈക്ക് CO. ഇങ്ങനെ വരുമ്പോഴാണ്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്താണ്, ഇങ്ങനെ ആകുമ്പോൾ ഇത് സോളിഡ് ഇത് ഗ്യാസ് അല്ലേ? ഈ ഗ്യാസിയസ് മോളിക്യൂളാണ് കൂടുന്നതുകൊണ്ട് ഇതിന്റെ ലൈൻ ഇങ്ങനെ താഴോട്ട് വരും. പക്ഷെ എന്താണ്, അവിടെ അങ്ങനത്തെ ഒരു സാധനം ഫോം ചെയ്യുന്നില്ല. ഫോം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സൾഫൈഡിന് ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ, കാരണം ഇത് ഓക്സൈഡിനുള്ള വലിയ ഡയഗ്രാണ്. ഇതേപോലെ നമുക്ക് സൾഫൈഡിന് എലിഖാൻ ഡയഗ്രാം വരക്കാം, ക്ലോറൈഡിന് വരക്കാം. അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല, കോംപ്ലിക്കേഷൻ ആകുന്നില്ല. കാരണം ഓരോ മെറ്റലും സൾഫൈഡായി മാറുമ്പോഴുള്ള ഡെൽറ്റ ജി ഒക്കെ വെച്ചിട്ട് അതിന്റെ ഗ്രാഫ് വരക്കാം. ഇതേപോലത്തെ ഇത്ര അതിന് കിട്ടും, ക്ലോറൈഡായി മാറുന്നതിനും കിട്ടും, എല്ലാത്തിനും കിട്ടും. അതിനൊക്കെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഓക്സൈഡിനെ പറ്റി മാത്രമാണ് പറയുന്നത്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, സൾഫൈഡിനെ ഡയറക്റ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കാർബൺ മോണോക്സൈഡിന് സമാന്തരമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സമാന്തരമായിട്ട് കാർബൺ ഡൈ സൾഫൈഡ് ഉണ്ട്. കാർബൺ മോണോക്സൈഡ് സമാന്തരമായിട്ട് കാർബൺ മോണോസൾഫൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ മെറ്റാലിക് സൾഫൈഡ് നമുക്ക് മെറ്റൽ വെച്ചിട്ട് വേറെ മെറ്റൽ വെച്ച് റെഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് മെറ്റൽ ഓക്സൈഡ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഈസിലി ആൻഡ് theoretically all metal oxides can be reduced provided the sufficiently high temperature is applied. ഹൈ എന്ന് പറയുന്ന കാരണം എന്താണ്? കാരണം ഓരോന്നിന്റെ സ്ലോപ്പ് അനുസരിച്ച് കണ്ടത് ഇങ്ങനെ പോകുന്നത്, ഈ ലൈൻ താഴോട്ട് പോകുന്നത്, ഇതിനെ ക്രോസ് ചെയ്യണം, ഇതിനെ താഴെ വരണം. ഇപ്പൊ ഈ മെഗ്നീഷ്യം ഓക്സൈഡിനെ മെഗ്നീഷ്യം ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. മെഗ്നീഷ്യം ഓക്സൈഡിനെ കാർബൺ വെച്ച് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ടെമ്പറേച്ചറിലൊക്കെ മെഗ്നീഷ്യം താഴെയും കാർബൺ മേലെയാണ്. അവിടെയൊന്നും നടക്കില്ല. എപ്പോഴാണോ കാർബൺ താഴെ മെഗ്നീഷ്യം മേലെ വരുന്നത്, ആ ഈ ക്രോസിംഗ് ടെമ്പറേച്ചറിന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ at a high temperature we can use a carbon for reducing magnesium oxide. But that temperature, even though theoretically possible, practically there are difficulties ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഷോർട്ട് നോട്ടായിട്ടോ എസ്സേയുടെ ഭാഗമായിട്ടോ ഒക്കെ ചോദിക്കാം. എന്താ കൃത്യം മനസ്സിലാക്കുക. ബുക്ക് ചിത്രം വരച്ച് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. ചിത്രത്തിന്റെ ഒരു നേച്ചർ മനസ്സിലാക്കുക. 2-3 മെറ്റലിന്റെ അവസാനം കാൽസ്യം മെഗ്നീഷ്യം ഒക്കെ താഴെയാണ്, സിൽവർ മെർക്കുറി ഒക്കെ മേലെയാണ്, പിന്നെ എന്താണ് അയണൊക്കെ ഏകദേശം നടുക്കാണ് വരുന്നത്. എല്ലാത്തിന്റെയും സ്ലോപ്പ് മേലോട്ടാണ്. ചിലതിന്റെ സ്ലോപ്പ് പെട്ടെന്ന് മാറാനുള്ള കാര്യം എന്താണ്?
അത് ബോയിലിംഗ് പോയിന്റിലേക്ക് പോകുന്നതുകൊണ്ടാണ് എന്നൊക്കെ മനസ്സിലാക്കുക. പിന്നെ സീറോ ലൈനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓക്സൈഡ് അൺസ്റ്റേബിൾ ആണ്. ആ ടെമ്പറേച്ചറിന് എബോവ് അറ്റ് which temperature it crosses the zero line, above that temperature that metal oxide can be heated to form metal and oxygen. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏതേത് എലമെന്റ് ഉപയോഗിച്ച് ഏതേത് മെറ്റലിന്റെ ഓക്സൈഡ് നമുക്ക് റിഡ്യൂസ് ചെയ്യാം എന്നുള്ളത് ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ എല്ലിംഗ്ഹാഫ് ഡയഗ്രം. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ജനറൽ മെറ്റലർജി എന്നുള്ള കാര്യങ്ങൾ അവസാനം ജനറൽ മെറ്റലർജി. ഇവിടെ ഈ പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ച പോയിന്റ് മെറ്റൽസ് occur in nature in the form of compounds. They are called minerals, and the minerals are mined out from the earth, and the minerals from which a particular metal can be extracted economically are called ores. And there are different types of ores: oxide ores, halide ores, sulfide ores, carbonate ores, sulfate ores. ഓരോന്നിന്റെയും എക്സാമ്പിൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? പിന്നെ general procedures adopted in metallurgy. Different steps involved. First mining out, second purification of the ore, or dressing, or beneficiation, or purification. എല്ലാം ഒന്ന് തന്നെയാണ്. അതിനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ നേരത്തെ ഫ്ലോത്ത് ഫ്ലോട്ടേഷനും മാഗ്നറ്റിക് സെപ്പറേഷനും ഇലക്ട്രോസ്റ്റാറ്റിക് സെപ്പറേഷനും ഹാൻഡ് പിക്കിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്യൂരിഫൈ ചെയ്ത ഓർമ്മ എങ്ങനെ നമ്മൾ പ്രോസസ് ചെയ്യും ജനറലായിട്ട്. അതിൽ ചില പോയിന്റുകൾ റോസ്റ്റിങ്, കാൽസിനേഷൻ, സ്മെൽറ്റിങ്, ഫ്ലക്സ്, സ്ലാഗ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ അവസാനം മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കുന്ന പ്രോസസ്സ്. പിന്നെ കിട്ടിയ മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യുന്ന മെറ്റൽ പ്യൂരിഫിക്കേഷൻ. അതിന് ഡിഫറെന്റ് മെത്തേഡ്സ്: ലിക്വേഷൻ മെത്തേഡ്, മെൽറ്റിങ്, പിന്നെ എന്താണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ്, സോൾട്ട് റിഫൈനിങ്, വാൻ ആർക്കുലർ പ്രോസസ്സ്, മോൺസ് പ്രോസസ്സ് പോലെയുള്ള ഇലക്ട്രോണിക് മെത്തേഡ് പോലെയുള്ള മെത്തേഡ് ഉപയോഗിച്ച് അവസാനം മെറ്റൽ നമ്മൾ പ്യൂരിഫൈ ചെയ്യും. ഇത്രയും സ്റ്റെപ്പുകളായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പഠിച്ച എല്ലിംഗ്ഹാഫ് ഡയഗ്രം ആ ഭാഗം അവസാനിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് മെറ്റൽസിന്റെ മെറ്റലർജിയാണ്. നിക്കല്, കോപ്പർ, അയണ്, അലൂമിനിയം, പിന്നെന്താ അങ്ങനത്തെ കുറച്ച് മെറ്റൽസ് ഉണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കണം. ഓരോ മെറ്റൽ, ഹൗ നിക്കൽ ഈസ് ഐസൊലേറ്റഡ് ഫ്രം ഇറ്റ്സ് ഓർ how iron is extracted from its ore, and how iron is converted into steel. അയണിന്റെ കേസിൽ സ്റ്റീലും കൂടി വരും. കാരണം അയണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്തിനാണ്? സ്റ്റീൽ മാനുഫാക്ചറിന്, അതും പഠിക്കണം. അതേപോലെ അലൂമിനിയം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ എല്ലാത്തിനും ഒരു ജനറൽ സെറ്റപ്പ് കിട്ടാൻ നമ്മൾ ആ ജനറൽ മെറ്റലർജി പഠിച്ചിരിക്കുന്നത്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്ത് പഠിക്കണം. അതിന് നമ്മൾ ഓർഡർ അനുസരിച്ച് പോകണമെന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട എടുക്കുക അയൺ. അതിനിടയ്ക്ക് നമ്മൾ വേറെ പോയിന്റ് പഠിച്ചിട്ട് ശ്രദ്ധിക്കുക, ബ്ലാസ്റ്റ് ഫർണസ്, റിവർബറേറ്ററി ഫർണസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ആവശ്യം വരും. കാരണം ബ്ലാസ്റ്റ് ഫർണസ് എടുത്തുകൂടാന്ന് പറഞ്ഞാൽ എന്തെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വീണ്ടും അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഇറ്റ് ഹീറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ്, ഇറ്റ് ഹീറ്റഡ് റിവർബറേറ്ററി ഫർണസ് ഒക്കെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ്, ബ്ലാസ്റ്റ് ഫർണസും. പിന്നെ എന്തൊക്കെ പുതിയ ഉണ്ടെങ്കിൽ അന്നേരം എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ ആദ്യം അയണിന്റെ കേസ് തന്നെ എടുക്കുക. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെറ്റൽ എന്തിനാ പറയാ? അയൺ അല്ലേ? വൈ? ബിക്കോസ് ടണ്ണേജ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു മെറ്റലാണ് അയൺ. ആൻഡ് മാക്സിമം അയണിന്റെ യൂസ് എന്താണ്? ഫോർ സ്റ്റീൽ മാനുഫാക്ചർ ആണ്. ബില്യൺസ് ഓഫ് ടൺസ് ഓഫ് സ്റ്റീൽ ആർ മാനുഫാക്ചർഡ് ആനുവലി. ഓരോ കൊല്ലവും ബില്യൺസ്, 100 കോടിക്കണക്കിന് ടൺ എന്തുണ്ടാക്കുന്നുണ്ട്? സ്റ്റീൽ ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തെവിടെ? ചൈന ആണ് ഒന്നാം സ്ഥാനത്ത്, ഇന്ത്യക്ക് 2ാം സ്ഥാനം, 3ാം സ്ഥാനമുണ്ട്. ചൈന, റഷ്യ, ജപ്പാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രാജ്യങ്ങളുണ്ട്. മിക്കവാറും എല്ലാ മെറ്റൽസിന്റെയും പ്രധാനപ്പെട്ടതിനൊക്കെ കേസിൽ നമ്മൾ വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തുണ്ട്. ഇതിന് മോശമൊന്നുമല്ല, നമ്മൾ വിചാരിക്കേണ്ട. കാലാകാലമായിട്ടുള്ളത് പെട്ടെന്ന് വന്നതിന് പണ്ടേ ഉള്ളതാണ്. ഇപ്പോഴും അങ്ങനെയാണ് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് സ്റ്റീലിനെ പറ്റിയാണ്. സ്റ്റീലല്ല, അയണിന്റെ മെറ്റലർജി. അപ്പൊ ഒരു മെറ്റലിന്റെ മെറ്റലർജി പഠിക്കുന്നത് നേരിട്ട് സ്റ്റെപ്പ്. ആദ്യം ഹൗ ഡസ് ഇറ്റ് ഒക്കർ ഇൻ നേച്ചർ, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ഓർസ്. ഏത് മെറ്റൽ നമ്മൾ പഠിക്കുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് ഓർസ് എന്തൊക്കെയാണ്. അതിൽ ഏതെങ്കിലും ഒരു ഓറിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓറിൽ, പ്രിൻസിപ്പൽ ഓർ, അതിൽ നിന്ന് എങ്ങനെയാണ് മെറ്റലെ ഐസൊലേറ്റ് ചെയ്യുന്നത്? മനസ്സിലായില്ല? ഒരുപാട് ഓറുകൾ ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഓറിൽ നിന്നും മെറ്റൽ ഐസൊലേറ്റ് ചെയ്യാൻ ഡിഫറെന്റ്. കാരണം ഒരു കാർബണേറ്റ് ഓറിനെ ഡീൽ ചെയ്യുന്ന പോലെ നമുക്ക് ഒരു സൾഫേറ്റ് ഓറിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഹാലൈഡ് ഓർ വേറെ ഒരേ മെറ്റലിൽ ചിലപ്പോൾ ഹാലൈഡ് ഓറും സൾഫേറ്റ് ഓറും അങ്ങനെ രണ്ട് വിധത്തിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രിൻസിപ്പൽ ഓർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഓർ ഉപയോഗിക്കുന്നില്ല ഉള്ള ഓർ. കാരണം നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ അയണിന്റെ കേസിലാണെങ്കിൽ അത് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അയൺ പൈറൈറ്റീസ് ഉണ്ട്, മനസ്സിലായി, സെഡറൈറ്റ് ഉണ്ട്. സെഡറൈറ്റ് അയൺ കാർബൺ ഓർമ്മയുണ്ടോ? അയൺ പൈറൈറ്റീസ് FeS2 സൾഫൈഡ് ആണ്. സെഡറൈറ്റ് അയൺ കാർബണേറ്റ് ആണ്. ഹ്യൂമറ്റൈറ്റ് മാഗ്നറ്റൈറ്റും അയൺ ഓക്സൈഡ് ആണ്. ഹ്യൂമറ്റൈറ്റ് Fe2O3 NH2, മാഗ്നറ്റൈറ്റ് Fe3, രണ്ടും രണ്ട് ഡിഫറെന്റ് ഓക്സൈഡ്സ് ആണ് പറയുന്നത്. മനസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ പല ഓറുകൾ ഒരു മെറ്റലിന്റെ 3-4 ഓറുകൾ എന്തായാലും ഓർത്ത് വെക്കുക. അതില് ഏതാണ് പ്രിൻസിപ്പൽ ഓർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മെറ്റലിൽ നിന്നാണോ ഐസൊലേറ്റ് നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ടല്ല പ്രിൻസിപ്പൾ ആയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഓറിൽ നിന്ന് നമ്മൾ അതിന്റെ പ്രോസസ്സ് പഠിക്കുക. മറ്റോറുകൾ മറ്റു വ്യത്യസ്ത വിധത്തിൽ ട്രീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളെല്ലാം ഇൻഡസ്ട്രിയിൽ അത് ചെയ്യുന്നുണ്ടാവും. നമ്മൾ അതിലേക്ക് ഓരോ അയൺ തന്നെ പല ഓറുകളുണ്ട്. ഓരോന്നും പ്രത്യേകം പഠിക്കാനുള്ള സമയം സന്ദർഭം നമുക്കില്ല. അത് വേറെ പഠിക്കുന്നവർ പഠിച്ചോളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഓർ ഏതാണോ അതിൽ നിന്ന് എങ്ങനെയാണ് മെറ്റൽ ഐസൊലേറ്റ് ചെയ്യുക. അത് നിക്കൽ ആയാലും അല്ലെങ്കിൽ കോപ്പർ ആയാലും ഓരോന്നിൽ മിക്കവാറും ഓറുകളെ പ്രിൻസിപ്പൽ ഓർ എന്ന് പറയും. ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുന്നതാണ്, കാരണം കിട്ടുന്നതാണല്ലോ ഓർ. ഓക്കെ, അപ്പൊ നമുക്ക് അയണിന്റെ കേസ് എടുക്കുക. അയണിന്റെ കേസിൽ ഹെമറ്റൈറ്റ് കേട്ടിട്ടുണ്ടോ? മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പൈറൈറ്റീസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അയണിന്റെ ഓറുകള്. ഹെമറ്റൈറ്റീസ് Fe2O3, ഇത് Fe3O4, രണ്ടും ഓക്സൈഡ്. ഇത് രണ്ടും എന്താണ് ഒറ്റ പറഞ്ഞാല് ഓക്സൈഡ് ഓറാണ്. ഇത് കാർബണേറ്റ് ഓറാണ്. ഇത് സൾഫൈഡ് ഓറാണ്. ഇതൊന്നും ശ്രദ്ധിക്കുക, ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് അത് പ്യുവർ ആയിട്ടുള്ള Fe3O3 ആണ്, FeCO3 ആണെന്നോ Fe2O3 ആണെന്നോ FeS2 ആണെന്നോ വിചാരിക്കണ്ട. അതില് അയണിന്റെ തന്നെ മറ്റു കോമ്പൗണ്ട്സ് ഉണ്ടാവും, മറ്റ് മെറ്റൽസ് ഉണ്ടാവാം, കോപ്പറോ നിക്കലോ ഒക്കെ അതിനോട് ചേർന്ന്. കാരണം ഇതൊക്കെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് പ്യുവറായിട്ടൊരു സ്ഥലത്ത് കാണാൻ നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. അത് പല രൂപത്തിലുണ്ടാവും. പക്ഷേ പ്രധാനമായിട്ട് ഇതിപ്പോ ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ 10, 40, 50% Fe2O3, ബാക്കി ഒരുപാട് ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. അത് നമ്മൾ ആദ്യം ഓവർ ഡ്രസ്സിംഗ് നടത്തുമ്പോൾ തന്നെ കുറെ പോകും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ പോക്കിയിട്ടാണ് അവസാനം പേർ മെറ്റൽ കിട്ടുന്നത്. അല്ലാണ്ട് ഇത് ഏകദേശം 100% അല്ലെ 90% 80% ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ 40, 60, 50, 30% ഒക്കെ ഈ സാധനം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിച്ച് ഓർ എന്ന് പറയും. പുവർ ഓർ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഇതിൽ അയൺ നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അയണിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം റിച്ച് ഓർ. വെരി റിച്ച് ഓർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ആ മെറ്റലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. വെരി ലീൻ അല്ലെങ്കിൽ രണ്ടോ ലീൻ ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ കുറച്ചേ മെറ്റൽ ഉള്ളൂ എന്നുള്ളതാണ്. വില കൂടിയ മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ ലീൻ ഓർ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഐസൊലേറ്റ് മെറ്റൽ. അതൊന്ന് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് അയണിന്റെ പ്രധാനപ്പെട്ട ഓർ. അതിൽ തന്നെ മിക്കവാറും ഹെമറ്റൈറ്റ് ആണ്. നമ്മൾ ഹെമറ്റൈറ്റിൽ നിന്ന് ഉള്ള സെപ്പറേഷൻ ആയിട്ട് നമ്മൾ മിക്കവാറും പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓരോ മെറ്റലായിട്ട് നമുക്ക് ഓരോ ക്ലാസ് കണ്ടിട്ടില്ല. വേഗം എന്തായാലും മെറ്റലുണ്ടായിരുന്ന അവസാനിപ്പിക്കാം. ഓക്കെ, വേഗം പറഞ്ഞു പോകാൻ പറ്റുന്ന കുഴപ്പമൊന്നുമില്ല. ഡിഫറെന്റ് മെത്തേഡ്സ് വളരെ സിമ്പിളാണ്. ഹീറ്റ് ചെയ്തു, കൂൾ ചെയ്തു, എല്ലാം മെറ്റൽ ചേർത്തു, റെഡ്യൂസ് ചെയ്തു, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ആൻഡ് യു വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.